ഗുഡ് ഈവനിങ്. ഇന്നത്തെ ചിന്താവിഷയം പ്രാർത്ഥന, ദാറ്റ് ഈസ് പ്രയർ, നമ്മുടെ ജീവിതത്തിൽ ആവശ്യമുള്ളതാണോ അല്ലയോ എന്നുള്ളതാണ്. ഈ ചോദ്യം നല്ല ചോദ്യമാണ്, നല്ല സംശയമാണ്. ഒരു കാര്യം ഓർക്കുക, നമ്മൾ ഇന്ന് ഈ ലോകത്തിൽ ജീവിക്കുന്നു. നമുക്കറിയില്ല അടുത്ത നിമിഷം നമുക്ക് എന്ത് സംഭവിക്കാം. ദാറ്റ് ഈസ് നോട്ട് ഇൻ അവർ ഹാൻഡ്സ്. അത് പാവങ്ങളായാലും പാവപ്പെട്ട പണക്കാരായാലും വി ഡോണ്ട് നോ വാട്ട് വിൽ ഹാപ്പൻ നെക്സ്റ്റ് മൊമെൻറ്റ്. അത് ഡെസ്റ്റിനി, അതായത് വിധിക്ക് അടിമപ്പെട്ടിരിക്കുന്നു. ആ വിധി നല്ലതാകുമോ ചീത്തയാകുമോ എങ്ങനെ നമുക്ക് തീരുമാനിക്കാൻ പറ്റും? അപ്പോൾ നമ്മുടെ പുരാണങ്ങൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ കഴിഞ്ഞ ജന്മങ്ങളിൽ ചെയ്ത നല്ല കാര്യങ്ങൾ അല്ലെങ്കിൽ ചീത്ത കാര്യങ്ങൾ അനുസരിച്ചിട്ടാണ് ഈ ജന്മത്തിൽ, അതായത് നമ്മുടെ പ്രസൻറ്റ് ലൈഫിൽ നമുക്ക് നല്ല വിധിയും ചീത്ത വിധിയും ഉണ്ടാകുന്നത്. പക്ഷേ നമുക്കറിയാൻ പറ്റുള്ളൂ നമ്മുടെ പഴയ ജന്മം എന്തായിരുന്നു. ആനയായിരുന്നോ, കുതിരയായിരുന്നോ, മനുഷ്യനായിരുന്നോ, മൃഗമായിരുന്നു എന്ന് നമുക്കൊന്നും അറിയത്തില്ല. എന്ത് തെറ്റാണ് നമ്മൾ, എന്ത് കർമ്മമാണ്, നല്ല കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ടോ എന്നറിയില്ല, ചീത്ത കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ടോ എന്നറിയില്ല. നമ്മൾ ആകെ കൺഫ്യൂഷനിലാണ്. അപ്പോൾ നമുക്ക് ഒരേ ഒരു വഴിയേ ഉള്ളൂ, പ്രാർത്ഥിക്കുക. പ്രാർത്ഥിക്കുക വഴി നമ്മുടെ വിധിയെ മറികടക്കാനാകുമോ? അതും സാധ്യമല്ല. പക്ഷേ പ്രാർത്ഥനയിലൂടെ ആ വിധിയുടെ തീവ്രതയെ നമുക്ക് കുറയ്ക്കാൻ പറ്റും. വിധിയെ ഒരിക്കലും നമുക്ക് മറികടക്കാൻ സാധിക്കില്ല. അതായത് ഒരാൾക്ക് വിധിച്ചിട്ടുണ്ട്, അത് നമുക്ക് മറികടക്കാൻ പറ്റില്ല. അപ്പോൾ പ്രാർത്ഥനയിലൂടെ നമുക്ക് എത്ര കടുത്ത വിധിയായാലും അതിനെ ലഘൂകരിക്കാൻ നമുക്ക് സാധിക്കും. അത്രയെങ്കിലും ആശ്വാസം നമുക്ക് കിട്ടും. അപ്പോൾ ഈ പ്രാർത്ഥന എന്ന് വെച്ചാൽ എന്താണ്? പ്രാർത്ഥന എന്ന് വെച്ചാൽ അത് വളരെ എളുപ്പമുള്ളൊരു ആൻസറാണ് അതിനുള്ളത്. അതായത് നമ്മളും ദൈവവുമായിട്ടുള്ളൊരു കമ്മ്യൂണിക്കേഷൻ. അത് നമുക്ക് നാമജപത്തിലൂടെ ആവാം, അല്ലെങ്കിൽ നമുക്ക് യോഗ അങ്ങനെയുള്ള നിശബ്ദമായിട്ടുള്ള രീതിയിലാവാം നമ്മുടെ പ്രാർത്ഥന. അങ്ങനെ നമ്മൾ ജീവിതത്തിൽ ഡെയിലി ലൈഫിൽ ഒരു 5 മിനിറ്റ് നേരമെങ്കിലും നമ്മൾ പ്രാർത്ഥിക്കാനുള്ള സമയം കണ്ടെത്തണം. 5 മിനിറ്റ്. അത് നമ്മുടെ എത്ര തിരക്കൂടിയ ജീവിതമായാലും വി ഹാവ് ടു ടേക്ക് ഇറ്റ്. അതിന് ഒരു കോംപ്രമൈസും നമ്മൾ ചെയ്യാൻ പാടില്ല. കാരണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമുക്ക് നമ്മളീ കാണുന്ന സ്വത്തും ഇതും മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ ഈ ജീവിതം മാത്രമേ ഉള്ളൂ. നമുക്ക് ആരുമില്ല സഹായത്തിന്. നമ്മളുടെ സഹായത്തിന് വരുന്നത് ഒരു സൂപ്പർ പവർ അല്ലെങ്കിൽ ഒരു ആൾമൈറ്റി. ആ സൂപ്പർ പവറിനെ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല, ആരും കണ്ടിട്ടില്ല. നമ്മളതിൽ അടിയുറച്ച് വിശ്വസിക്കുന്നു. ആ വിശ്വാസം നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുന്നു. അപ്പോൾ ആ വിശ്വാസം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ഒന്ന് തീർച്ചയാണ്, നമുക്ക് മനസ്സമാധാനം കിട്ടുന്നു. നമ്മുടെ മനസ്സിലെ കാഠിന്യങ്ങൾ കുറയുന്നു, നമ്മുടെ മനസ്സിലെ വിഷമങ്ങൾ കുറയുന്നു, നമ്മുടെ ആരോഗ്യത്തിന് ശക്തി ഉണ്ടാകുന്നു, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നല്ലതുണ്ടാകുന്നു പ്രാർത്ഥനയിലൂടെ. അതൊന്ന് ചിന്തിക്കണം. അപ്പോൾ ഒരു സംശയം വരാം, പാവപ്പെട്ടവർ എന്തിന് പ്രാർത്ഥിക്കണം? അവർക്ക് എന്നും നിത്യദാരിദ്ര്യമാണ്, അവർക്ക് കഷ്ടപ്പാടും പട്ടിണിയും
ആണ്. പക്ഷേ അവർക്കും ഇത് ബാധകമാണ്. കാരണം അവർ പട്ടിണിയായാലും എന്തായാലും അവർക്കും ഒരു സൂപ്പർ പവറിൻ്റെ ശക്തിയില്ലാതെ ഇവിടെ നമുക്ക് ജീവിക്കാൻ സാധിക്കില്ല. അല്ലെങ്കിൽ സപ്പോർട്ടില്ലാതെ ഒരു ആൾമൈറ്റി, നമ്മൾ ആരും കണ്ടിട്ടില്ല ആൾമൈറ്റി. അപ്പോൾ അങ്ങനെയുള്ള ഒരു ആൾമൈറ്റിയുടെ സഹായമില്ലാതെ നമുക്ക് ആർക്കും തന്നെ ഇവിടെ ഈ ഇഹലോകത്ത് കഴിയാൻ സാധിക്കില്ല. അതുകൊണ്ട് നമ്മൾ നിത്യവും പ്രാർത്ഥിക്കണം. അത് 5 മിനിറ്റെങ്കിൽ 5 മിനിറ്റ്, സമയമില്ലെങ്കിൽ അതിന് സമയം ഉണ്ടാക്കി ചെയ്യണം. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി നമ്മൾ കാണുന്നതല്ല ഈ ലോകം. നമുക്കറിയില്ല അടുത്ത നിമിഷം നമുക്ക് എന്ത് സംഭവിക്കുമെന്ന്. അത് അല്ലെങ്കിൽ ആ വരുന്ന വിധിയെ നമുക്ക് മറികടക്കാനും പറ്റില്ല. പക്ഷേ അതിൻ്റെ തീവ്രത നമുക്ക് കുറയ്ക്കാനെങ്കിലും സാധിക്കും. കണ്ണിൽ കൊള്ളാതെ പിരിയത്തിൽ കൂടി പോയി എന്ന് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ, അത് തന്നെ. അപ്പോൾ ഇന്നത്തെ യുവതലമുറയോട് എനിക്ക് പറയാനുള്ളത്, അവരും പ്രാർത്ഥിക്കണം. ഇഷ്ടദൈവങ്ങളെ പ്രാർത്ഥിക്കാം. അതായത് ഹിന്ദു, മുസ്ലിം, ക്രൈസ്തവ എല്ലാ അവരവരുടെ ദൈവങ്ങളെ മനസ്സ് സങ്കല്പിച്ച് പ്രാർത്ഥിക്കുക. തീർച്ചയായിട്ടും അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഉയർച്ചയും ഉന്നതിയും എല്ലാവിധ അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് ഉണ്ടാകും. അത് നമ്മുടെ ജഗദീശ്വരൻ, അതായത് നമ്മൾ ആരും ജഗദീശ്വരനൊന്നും കണ്ടിട്ടൊന്നുമില്ല, പക്ഷേ ഒരു ശക്തിയുണ്ട് നമുക്ക്, നമ്മളെ കൊണ്ട് നടക്കുന്ന ഒരു ശക്തിയുണ്ട്. ആ ശക്തി നമുക്ക് എന്നും നമ്മുടെ കൂടെ ഉണ്ടാകും. അതാണ് നമുക്ക് ആവശ്യം. അതുകൊണ്ട് പ്രാർത്ഥിക്കണം. അതായത് ഇപ്പോൾ ഹിന്ദു സമുദായമാണ് പ്രാർത്ഥനയിൽ കുറച്ച് പിന്നോട്ടുള്ളത്. മുസ്ലിം, ക്രിസ്ത്യൻ സമുദായങ്ങൾ അവർ പ്രാർത്ഥനയ്ക്ക് പ്രത്യേക സമയം വരെ കണ്ടുവച്ചിട്ടുണ്ട്. പ്രാർത്ഥനയില്ലാതെ അവർക്ക് വേറൊന്നും അവർ മുന്നോട്ട് പോകില്ല. പ്രാർത്ഥനയ്ക്ക് അവരുടെ ജീവിതത്തിൽ വലിയൊരു പങ്കാണുള്ളത്. പക്ഷേ നമ്മുടെ ഹിന്ദു സമുദായം അറിയില്ല എന്താണ് ഇതിനൊന്നും പിന്നോട്ട് പോകുന്നത് എന്നറിയില്ല. അവർ സുഖങ്ങൾക്ക് പിറകെയാണ്. ഇന്നത്തെ യുവതലമുറയോട് ചോദിച്ചാൽ അവർ പറയും, വാട്ട് യു മീൻ ബൈ പ്രയർ, നോ നീഡ്. ഇതാണ് അവരെന്നുള്ള ഉത്തരം. ഹാവ് യു സീൻ ദി ഗോഡ്? നോ. ദെൻ അതൊക്കെ നിങ്ങളുടെ തെറ്റായ ധാരണകളെന്നാണ് അവരുടെ ഒരു ചിന്ത. പക്ഷേ അച്ഛനമ്മമാർ, മാതാപിതാക്കൾ അവരെ ഉപദേശിക്കണം. അത് പെട്ടെന്ന് പറ്റില്ല. ചെറുപ്പത്തിൽ തന്നെ ആ ഒരു ട്രെയിനിങ് കൊടുക്കണം പിള്ളേർക്ക്. 1 വയസ്സ് മുതൽ ആ സന്ധ്യാനാമം ജപിക്കാനും അല്ലെങ്കിൽ പ്രാർത്ഥിക്കാനുമുള്ള സമയം അവർക്ക് 1 വയസ്സ് മുതലേ അവരെ ശീലിപ്പിക്കണം. അവരെ ദൈവഭയമുള്ളവരാക്കി വളർത്തുക. അപ്പോൾ ആ ഒരു ദൈവഭയമുള്ളത് കൊണ്ട് അവരുടെ ജീവിതവും അത് മാർഗവും. ഇന്ന് നമ്മുടെ ഈ ലോകത്ത് നടക്കുന്ന എല്ലാവിധ അധർമ്മങ്ങളും എന്തിൻ്റെ പേരിലാണ്? അതായത് എല്ലാം ഒരു തെറ്റായ രീതിയുടെ ഒരു പോക്കാണ് നടക്കുന്നത്. ആരുണ്ട് ഇവിടെ? അവരെ ആരുപദേശിക്കുന്നു? ആരുപദേശം കേൾക്കും? അവർക്ക് കൊടുത്തത് തെറ്റായ ട്രെയിനിങ് ആണ് എന്നാണ് നമുക്ക് തോന്നുന്നത്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥന വളരെ അത്യാവശ്യമാണ്. അത് എത്ര തിരക്കുള്ള ജീവിതമായാലും എത്ര തിരക്കുള്ള ആളായാലും 5 മിനിറ്റെങ്കിൽ 5 മിനിറ്റ് പ്രാർത്ഥിക്കണം. അതുകൊണ്ട് നമുക്ക് ഗുണമേ വരൂ. നമ്മുടെ കൂടെ നിൽക്കുന്ന ശക്തി, നമ്മുടെ അച്ഛനോ അമ്മയോ ഭാര്യയോ അല്ലെങ്കിൽ കുട്ടികളോ നമുക്ക് ശക്തി തരില്ല.
നമുക്കൊരു ശക്തി തരുന്നത് ആ ദൈവമാണ്. ഒരു അദൃശ്യ ശക്തി, ഒരു ഇൻവിസിബിൾ തിങ്. ആ ശക്തിയെ നമ്മൾ കൃഷ്ണനായിട്ടും രാമനായിട്ടും അല്ലെങ്കിൽ യേശുവായിട്ടും മുഹമ്മദ് നബിയായിട്ടും നമുക്ക് സങ്കല്പിച്ച് പ്രാർത്ഥിക്കാം. ആ പ്രാർത്ഥനയുടെ ഫലം നമ്മുടെ എല്ലാ ജീവിത പാതകളിലും നമുക്കുണ്ടാകുമെന്നുള്ളത് വളരെയധികം അനുഭവസമ്പത്തുള്ളവർ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നാം എന്തുമായിക്കോട്ടെ, എത്ര പദവിയിലായിരുന്നോട്ടെ, ആരായിരുന്നോട്ടെ, നമ്മൾ പ്രാർത്ഥിക്കുക. പ്രാർത്ഥന നിങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകും. നിങ്ങൾക്ക് ശക്തി കിട്ടും പ്രാർത്ഥന കൊണ്ട്. നിങ്ങൾക്ക് നല്ലത് തോന്നിക്കും. നിങ്ങളുടെ കുട്ടികൾക്കും കുടുംബത്തിനും ഐശ്വര്യമുണ്ടാകും. അതുകൊണ്ട് വേറെ ഒന്നും പറയാനില്ല. പ്രാർത്ഥന, പ്രാർത്ഥന, പ്രാർത്ഥിക്കുക. അത് നിരന്തരം ചെയ്യുക, തെറ്റാതെ ചെയ്യുക. 5 മിനിറ്റെങ്കിൽ 5 മിനിറ്റ്. ദൈവം നിങ്ങളെ കാത്തിരക്ഷിക്കട്ടെ.